ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ സൂപ്പർ സ്ട്രൈക്കറായ അലക്സാണ്ടർ ഇസാക്ക് ഇപ്പോൾ യൂറോപ്പിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ്. കഴിഞ്ഞ ലിവർപൂളിനെതിരെയുള്ള ആ ഒരു ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം ഒരു ഗോൾ നേടിക്കൊണ്ട് ന്യൂകാസിൽ യുണൈറ്റഡിനെ വിജയത്തിലേക്ക് നയിച്ചിരുന്നു. ഇപ്പോൾ ഇസാക്കിനെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകളും രംഗത്തുണ്ട് എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണക്ക് വലിയ താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല, നീക്കങ്ങൾ അവർ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാഴ്സയുടെ പ്രസിഡന്റായ ജോയൽ ലാപ്പോർട്ട വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രൈക്കറാണ് ഇസാക്ക്. റോബർട്ട് ലെവൻഡോസ്കിയുടെ ആ ഒരു സ്ഥാനത്തേക്ക് അടുത്ത സ്ട്രൈക്കർ ആയിക്കൊണ്ട് ബാഴ്സ ഇപ്പോൾ ഇസാക്കിനെയാണ് പരിഗണിക്കുന്നത്. മാത്രമല്ല, ബാഴ്സലോണയുടെ സ്കൗട്ടിംഗ് ടീം കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ വീക്ഷിക്കാൻ വേണ്ടി എത്തുകയും ചെയ്തിരുന്നു. വെസ്റ്റ് ഹാമും അതുപോലെ തന്നെ ന്യൂകാസിൽ യുണൈറ്റഡും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഇസാക്കിനെ വീക്ഷിക്കാൻ വേണ്ടി ബാഴ്സലോണയുടെ സ്കൗട്ടിംഗ് ടീം ആ ഒരു മത്സരത്തിൽ എത്തി എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ലിവർപൂളിന് ഇസാക്കിനെ സ്വന്തമാക്കാൻ വലിയ താല്പര്യമുണ്ട്. അതായത് ബാഴ്സക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുക ലിവർപൂൾ തന്നെയായിരിക്കും. ഇതിനോടകം തന്നെ ലിവർപൂൾ അലക്സാണ്ടർ ഇസാക്കിന്റെ ഏജന്റുമാരുമായി ചർച്ചകൾ നടത്തി, കോണ്ടാക്റ്റുകൾ നടത്തി എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലിവർപൂളും ഇദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഒരു നിലപാട് എന്താകും എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ പ്രസിഡന്റിന് ഈ ഒരു താരത്തെ വിൽക്കാൻ താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇസാക്കിനോട് ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എത്ര വലിയ ഓഫർ വന്നാലും അത് നിരസിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ പ്രസിഡന്റ് ഇസാക്കിനെ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ ഇസാക്കിന് ക്ലബ്ബ് വിടാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായും ന്യൂകാസിൽ യുണൈറ്റഡിന് അതിന് സമ്മതം മൂളേണ്ടി വരും. പക്ഷെ ഒട്ടും എളുപ്പമാവില്ല. കാരണം 100 മില്യൺ പൗണ്ടിന് മുകളിലുള്ള ഒരു തുക താരത്തിന് വേണ്ടി എന്തായാലും ഈ ക്ലബ്ബുകൾ ചിലവഴിക്കേണ്ടി വരും. അത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഏതായാലും നിലവിൽ ഇസാക്കിന് വേണ്ടി ബാഴ്സക്കും ലിവർപൂളുമാണ് ഏറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റു പല ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.